ചിന്തും പൊന്നിൻ തരിയവൾ കുഞ്ഞിക്കൈവിരൽ തുമ്പിലാദ്യമായി പൂക്കുമക്ഷരങ്ങൾ സൂര്യനായി കണ്ണീർ നനവുകൾ ഒപ്പുമലിവുമായി എന്നെ തേടിയെത്തും തെന്നലായി ഓമലായി പൊന്നോമലായി എൻ സ്നേഹ സാന്ത്വനമായി തിങ്കൾ പൂവിന്നിതളവൾ മിന്നും തങ്കത്തിരിയവൾ മഞ്ഞിൻ മുത്തിൻ മിഴികളിൽ ചിന്തും പൊന്നിൻ തരിയവൾ. താമരത്തളിരെ മാമഴക്കുളിരെ മാരിവിൽ മയിലേ കുരിരുൾ നീന്താൻ കൂടെയിരിക്കാൻ താരമായവളേ. താമരത്തളിരെ മാമഴക്കുളിരെ മാരിവിൽ മയിലേ കുരിരുൾ നീന്താൻ കൂടെയിരിക്കാൻ താരമായവളേ. കടലിലേറെ ദൂരം തളരാതെ പോയിടുവാൻ കനവു പോലെയെല്ലാം കൈ നീട്ടി വാങ്ങിടുവാൻ കൺമണി കൺമണി നീ വീണിടാതെ കാത്തിടാം ഞാൻ. തിങ്കൾ പൂവിന്നിതളവൾ മിന്നും തങ്കത്തിരിയവൾ മഞ്ഞിൻ മുത്തിൻ മിഴികളിൽ ചിന്തും പൊന്നിൻ തരിയവൾ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സതീഷ് ചന്ദ്രൻ. എന്നെ നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ വെളിയനാട് എന്ന ചെറിയ ഗ്രാമത്തിലാണ്. എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം 1985 സെപ്റ്റംബർ 30 ഞാൻ മഞ്ചേരി NSS സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. അന്നു മുതൽ 2021 വരെ ഏകദേശം 36 വർഷത്തോളം എനിക്ക് അവിടെ ജോലി ചെയ്യാൻ അവസരമുണ്ടായി. ഞാൻ പഠിപ്പിച്ചിരുന്ന വിഷയങ്ങൾ സോഷ്യൽ സയൻസും ഇംഗ്ലീഷുമായിരുന്നു. എൻ്റെ ഫാമിലി, കുടുംബം, ഭാര്യ യുടെ പേര് ഗീത. അവരുടെ സൗകര്യാർത്ഥമാണ് ഞാൻ ഇവിടേക്ക് അങ്ങാടിപ്പുറത്തേക്ക് താമസം മാറിയത്. അവരാദ്യം ഒരു CBSE സ്കൂളിൽ പെരിന്തൽമണ്ണ ജോലി ചെയ്തു. അതിനുശേഷം നവോദയയിൽ ഒരു 3 മാസം താൽക്കാലിക രീതിയിൽ വർക്ക് ചെയ്തു. പിന്നെ അവിടെ നിന്നാണ് PSC കിട്ടി. പെരിന്തൽമണ്ണ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. സ്കൂൾ അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ എൻ്റെ സ്കൂളിൻ്റെ നിലവാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രേയസ് നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സ്കൂളിന്. അതെനിക്ക് തോന്നുന്നത് ഒരു ശ്രീ രാമചന്ദ്രക്കുറുപ്പ് സാറ് പ്രിൻസിപ്പലായിട്ട് സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ച ആ കാലഘട്ടം നല്ലൊരു സ്കൂളിൻ്റെ ഒരു സുവർണ ഗോൾഡൻ ഏജായിട്ട് തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. കാരണം അന്ന് സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും സ്കൂൾ കെട്ടിടങ്ങളും ഒക്കെ കുറവായിരുന്നു. സ്കൂൾ കെട്ടിടങ്ങളും അതിൻ്റെ സൗകര്യങ്ങളും ഒക്കെ കുറവായിരുന്നിട്ട് സാറ് അതെല്ലാം മാറ്റി സ്കൂളിന് നല്ലൊരു ഓഡിറ്റോറിയം ഉണ്ടാക്കി. പിന്നീട് നല്ലൊരു ന്യൂ ബ്ലോക്ക് ഉണ്ടാക്കി. സാറിൻ്റെ NSSലെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ സ്കൂളിൻ്റെ യശസ്സിന് വേണ്ടി പ്രവർത്തിച്ചു. പിന്നെ കുട്ടികളുടെ പാഠ്യവിഷയങ്ങളും പാഠ്യേതര വിഷയങ്ങൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് രാമചന്ദ്രക്കുറുപ്പ് സാറ് സ്കൂൾ ഭരിച്ചത്. പിന്നെ അന്ന് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു SSLCക്ക് സെൻറ്റർ പോലും കിട്ടാതിരുന്ന കാലത്ത് ആ സ്കൂളിൽ
കുട്ടികൾ മറ്റ് ഗേൾസിലും ബോയ്സിലും ഒക്കെ പോയി പരീക്ഷ എഴുതുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത്ര വിഷമം പിടിച്ച ഒരു കാലഘട്ടത്തിൽ ആയപ്പോൾ സ്കൂളിൻ്റെ സെൻറ്റർ പോലും മിനിമം കുട്ടികൾ പോലും ഇല്ലാതെ SSLCക്ക് ഇല്ലാതിരുന്നിട്ട് സാറ് സ്കൂളിന് ഒരു സെൻറ്റർ SSLCക്ക് സെൻറ്റർ അനുവദിച്ചു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമഫലമായിട്ടാണ്. പിന്നീടുള്ള HMസും ഹെഡ് മാസ്റ്റർമാരും എല്ലാം പ്രിൻസിപ്പൽമാരെല്ലാം സാറിൻ്റെ ഭരണ നൈപുണ്യം കണ്ടിട്ട് അത് ഒട്ടും ചോരാതെ തന്നെ ആ അച്ചടക്കത്തോടു കൂടി സ്കൂളിനെ എൻ്റെ പുരോഗതിക്ക് വേണ്ടി ശ്രമിച്ചു. പ്രത്യേകിച്ച് പത്മനാഭ സാറും ഒക്കെ ആ സ്കൂളിൻ്റെ പിന്നീടാണ് സാറ് ആ സ്കൂളിൽ ജോയിൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് സ്കൂളിലെ ലൈഫിന് ശേഷം റിട്ടയർമെൻറ്റിന് ശേഷം സാറ് സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് ആ ഒരു മുൻ അധ്യാപകനായ പ്രിൻസിപ്പലായ രാമേന്ദ്രക്കുറുപ്പ് സാറിൻ്റെ ഭരണ നൈപുണ്യം ഒട്ടും ചോരാതെ തന്നെ സ്കൂളിന് നല്ല അച്ചടക്കത്തോട് സ്കൂളിൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടി സാറ് പിന്നീട് വന്ന പ്രിൻസിപ്പൽമാരൊക്കെ ശ്രമിച്ചു. ആ ഒരു റെപ്യൂട്ടേഷനാണ് ഇപ്പോഴും നമുക്ക് സ്കൂളിനുള്ളത്. അതെനിക്ക് തോന്നുന്നത് അന്നത്തെ ഒരു നല്ല വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഡെഡിക്കേഷൻ, കൂട്ടായ്മയുടെയും പിന്നെ PTA-യുടെയും ടീച്ചേഴ്സിൻ്റെയും പ്രിൻസിപ്പൽമാരുടെയും ഒക്കെ എഫേർട്ട് ആ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷന് ഇന്നും നിലനിർത്താൻ കാരണമായിട്ടുണ്ട് എന്ന് അതിൽ ഞാൻ വിശ്വസിക്കുന്നു. ജോലിയിൽ പ്രവേശിച്ചപ്പോൾ മുതൽ ഒട്ടനവധി ശിഷ്യസമ്പത്ത് എനിക്ക് കിട്ടി. നല്ല മികവുറ്റ കുട്ടികളും നല്ല കഴിവ് സ്നേഹസമ്പന്നരായ കുട്ടികളുമായിരുന്നു NSS സ്കൂളിൽ ഉണ്ടായിരുന്നത്. അവർ നല്ല രീതിയിലുള്ള ബന്ധം തുടർന്ന് ആ ഒരു ഓർമ്മകൾ ഇപ്പോഴും എന്നിൽ നിഴലിക്കുകയാണ്. പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒട്ടനവധി കുട്ടികൾ NSS സ്കൂളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്നു. നല്ല ഉയർച്ചയിൽ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും കളക്ടർമാരായിട്ടും ഒക്കെ സേവനം അനുഷ്ഠിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അതിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ഒരു അധ്യാപകൻ്റെ ആകെയുള്ള ഒരു സമ്പത്തെന്ന് പറയുന്നത് ശിഷ്യസമ്പത്താണ്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ വളരെ ഉന്നത നിലയിൽ പ്രവർത്തിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിൽ എനിക്ക് നല്ല അഭിമാനവും സന്തോഷവും ഈ അവസരത്തിൽ തോന്നുകയാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളുള്ള ഒരു സ്കൂളായിരുന്നു NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. അവരുടെ സേവനം ഈ അലുമിനിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് ഇതിൽ അഭിപ്രായം പറയാനുള്ളത്. സ്കൂൾ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ ആയിരുന്നുകൊണ്ട് എൻ്റെ താമസം ഹോസ്റ്റലിലായിരുന്നു. പുറത്തുനിന്നുള്ള മറ്റേ നാട്ടിൽ നിന്നുള്ള ടീച്ചേഴ്സൊക്കെയാണ് അവിടെ താമസം. അവരെല്ലാവരും കൂടെ ശരിക്കും ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ തരുന്ന ഒരു ലൈഫായിരുന്നു അത്. വളരെ എൻജോയബിളായിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു ഹോസ്റ്റലിൽ താമസിച്ച കുട്ടികൾക്ക് അത് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാച്ചിലർ ലൈഫിന് ശേഷം ഞാൻ അങ്ങാടിപ്പുറത്തേക്ക് താമസം മാറുകയും വിവാഹശേഷം അങ്ങാടിപ്പുറത്തേക്ക് ഫാമിലിയായിട്ട് താമസിക്കുകയും അവിടുന്ന് പിന്നീട് TVR ബസ്സിൽ സ്ഥിരമായിട്ട് സ്കൂളിലേക്ക് വരികയും ചെയ്തിരുന്നു. അപ്പം ആ കാലഘട്ടം തന്നെ എൻ്റെ ഓർമ്മയിൽ നല്ലോണമൊക്കെ നിഴലിച്ച് നിൽക്കുന്ന TVR ബസ്സിലുള്ള യാത്രയും അവിടുന്ന് അവിടുത്തെ അതിനുള്ളിലെ ജീവനക്കാരും ഒരുപാട് സൗഹൃദ ബന്ധം റെയിൽവേ സ്റ്റേഷനിൽ പാസഞ്ചേഴ്സ് വന്നിട്ട് അതിനകത്തുനിന്ന് വന്നിട്ട് യാത്രക്കാർ അതിൽ കുറച്ച് പേരുമായിട്ട് ബസ്സിൽ മഞ്ചേരി ജോലി ചെയ്യുന്നവരും നിലമ്പൂർ ജോലി ചെയ്യുന്നവരും എല്ലാവരും കൂടെ സൗഹൃദ ബന്ധം പുലർത്തി നല്ലൊരു അനുഭവം ഇന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന നല്ലൊരു ബന്ധം ആ യാത്രയിൽ തന്നെ എനിക്ക് നിലനിർത്താൻ കഴിഞ്ഞു. ഈ NSS സ്കൂളിന് ഒരു അലുമിനി ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞതും എന്നെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തതും ഒക്കെ വളരെ സന്തോഷം. അതിനൊക്കെ അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ അലുമിനി ഗ്രൂപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മിഥുന് അതിൻ്റെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഡെഡിക്കേഷനോടുകൂടി പ്രവർത്തിക്കുന്ന അപൂർവം ചിലരിലാണ് ഒരാളാണ് മിഥുന്. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ മിഥുന് ഇതിനു വേണ്ടിയിട്ട് ഈ അലുമിനി ഗ്രൂപ്പിന് ഓർഗനൈസ് ചെയ്യാനും അതിൻ്റെ സംഘാടകനായിട്ട് മുൻനിരയിൽ നിന്നിട്ട് പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ എനിക്ക് വളരെ അഭിമാനം മിഥുൻ കുട്ടിയോട് തോന്നുകയാണ്.
അതിലൊക്കെ എൻ്റെ നന്ദിയും കടപ്പാടും ഈ അലുമിനി ഗ്രൂപ്പും അതിൻ്റെ കമ്മിറ്റി അഡ്ഹോക് കമ്മിറ്റിക്കും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ അലുമിനി ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത് 2021 മാർച്ച് 31-നാണ്. പിന്നെ അപൂർവം ചില കുട്ടികൾ പിന്നെ സ്കൂൾ വിട്ടതിന് ശേഷവും അപൂർവം ചില കുട്ടികൾ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അവരെ സംസാരിക്കാറുണ്ട് ഫോണിൽ കൂടെ. പിന്നെ ഈ ഇവൻറ്റിലേക്ക്, അലുമിനി ഇവൻറ്റിലേക്ക് ഞാൻ ഇപ്പം എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ആ ക്ഷണം ഞാൻ സഹൃദയം സ്വീകരിച്ചിരിക്കുന്നു. അതിന് എന്നാൽ കഴിവതും ഞാൻ സ്വദേശം ആലപ്പുഴ ആയതുകൊണ്ട് നാട്ടിൽ പോകണമെന്നുണ്ട്. അപ്പം കഴിവതും ഞാൻ ആ ഇവൻറ്റിൽ പങ്കെടുക്കാൻ ശ്രമിക്കാം. അന്നേരം നമുക്ക് നേരിൽ കണ്ട് എല്ലാവരെയും ആയിട്ട് സംവദിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ഈ അലുമിനി ഗ്രൂപ്പിന് നേരുന്നു. ഈ ഗുരുശിഷ്യ പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഗുരുശിഷ്യ ബന്ധത്തിന് ഒട്ടനവധി ഗുരുശിഷ്യ ബന്ധത്തിന് വിള്ളൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പം എനിക്ക് എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായ കുട്ടികളോട് പറയാനുള്ളത്, എന്നെക്കുറിച്ച് ഇപ്പോഴും എൻ്റെ അധ്യാപന രീതിയും എൻ്റെ ശൈലിയും ഇപ്പോഴും ഓർത്തിട്ട് എന്നെക്കുറിച്ച് ഓർക്കുകയും എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ട് എനിക്ക് തോന്നുന്നു. എന്നെ ഈ ഗുരുശിഷ്യ ബന്ധത്തിന് വിള്ളൽ സംഭവിച്ചിരിക്കുന്ന കാലത്തിൽ ഒരു അധ്യാപകന് കുട്ടികൾ, താൻ പഠിപ്പിച്ച കുട്ടികൾ എപ്പോഴും അധ്യാപകൻ താൻ പഠിച്ച കുട്ടികൾ ഇപ്പോഴും തന്നെ ഓർക്കുന്നു എന്നുള്ളതിൽ വളരെ അഭിമാനം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവിധ ആശംസകളും കുട്ടികൾക്കും എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. എൻ്റെ പേര് ഗീത എന്നാണ്, സതീഷ് സാറിൻ്റെ വൈഫ്. എൻ്റെ നാടെന്ന് പറയുന്നത് ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിലാണ്, കുട്ടനാട് പ്രദേശം. ഞാൻ പെരിന്തൽമണ്ണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. 24 വർഷത്തോളമായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ സാറിനെ കുറിച്ച് പറഞ്ഞാൽ സ്കൂളിലെ വളരെ നല്ല അനുഭവങ്ങളൊക്കെയാണ് പറയുക. കുട്ടികളുമായിട്ടുള്ള ഇടപെടലും എല്ലാം നല്ല രീതിക്ക് ഇവിടെ വന്ന് പറയാറുണ്ട്. പിന്നെ എപ്പോഴും സ്കൂളിലേക്ക് നേരത്തെ തന്നെ വളരെ പഞ്ച്വലാണ്, നേരത്തെ എത്തണം എന്നുള്ള എന്നാണ് എപ്പോഴും വിചാരിക്കുക. അപ്പം ഞാൻ പറയും കറക്റ്റ് സമയത്ത് പോയാൽ പോരെ, അതുപോരെ, എനിക്ക് അരമണിക്കൂർ മുമ്പെങ്കിലും അവിടെ എത്തണം. അത് സ്കൂൾ ജീവിതം തുടങ്ങുന്ന കാലം മുതൽ തന്നെ റിട്ടയർ ചെയ്യുന്നവരെയും ആ ഒരു രീതിയാണ് തുടർന്നു പോകുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സ്കൂളാണ് പുള്ളി വരുന്നിടം വരെ, ഇവിടെ റിട്ടയർമെൻറ്റ് വരെയും എപ്പോഴും സ്കൂളെന്നാണ് പറയാറുള്ളത്. 1 വർഷമാണ് സ്കൂളിൽ നിന്ന് വിട്ടു വരേണ്ടി വന്നത്. എന്നാലും തിരിച്ചു വീണ്ടും NSSലേക്ക് തന്നെ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് വന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ കൂടുതൽ സമയങ്ങളും NSSൻ്റെ സ്കൂളിലാണ് ചെലവഴിച്ചത്. പിന്നെ ഇപ്പം ഈ ഒരു അലുമിനി ഇവിടെ നടത്തുന്നെന്നറിഞ്ഞു. അപ്പോൾ അതിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്.